3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി പുതിയ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാൻ. നമ്മൾ രാജ്യത്തെ വെറുതെ അങ്ങ് ഡിജിറ്റലൈസ് ചെയ്യുകയല്ല ചെയ്തത്. നമ്മൾ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിപ്പടുക്കുകയാണ് ചെയ്തത്. 2. ആഗോള എണ്ണവിലയുടെ ചാഞ്ചാട്ടത്തിൽ ഒപെക് രാഷ്ട്രങ്ങളുടെ ദയകാത്ത് നിൽക്കാതെ നോൺ ഫോസിൽ എനർജിയുടെ പാരലൽ സംവിധാനം കെട്ടിപ്പൊക്കി. ആദ്യം പറഞ്ഞ പോലെ 50% എനർജി ഉപഭോഗം ഗ്രീൻ ഫ്യൂലായി കൊണ്ടുവന്നു. കുറഞ്ഞുവരുന്ന വർക്ക് ഫോഴ്സിൽ ചൈന ചുരുങ്ങുമ്പോൾ, ആഭ്യന്തര ഡിമാൻഡ് കുറഞ്ഞ് ഡെമോഗ്രാഫിക് ഡെറ്റിൽ ജപ്പാൻ ഉഴലുമ്പോൾ, ജർമ്മനി ഊർജ്ജദാരിദ്ര്യം ഫേസ് ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർ തുടങ്ങിയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ 10 വർഷക്കാലം ഒരു നേഷൻ ബിൽഡിംഗ് എക്സസൈസാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ലോകത്തെ ഭരിക്കാൻ പോകുന്നതേയുള്ളൂ. രാജ്യം വളരുമ്പോൾ ഇപ്പോഴും പട്ടിണിയാണെന്ന് വിലപിക്കുന്നവരോട് ഒരു വാക്ക് ആവർത്തിക്കട്ടെ. ഇന്ത്യ പോലെ ഭീമാകരമായ ഒരു രാജ്യം ജനാധിപത്യം പിന്തുടരുന്നിടത്തോളം വീട്ടിൽ ചോറും ജോലിയും കാറും പണവും ഒന്നും സർക്കാർ ഫ്രീയായി എത്തിക്കാൻ പോകുന്നില്ല. അവനവനെ തേച്ചുമിനുക്കി ആത്മാർത്ഥതയോടെ നിങ്ങൾക്ക് ചെയ്യാനാകുന്ന മേഖലയിൽ ബുദ്ധിപരമായി മുന്നോട്ടു പോയാൽ രാജ്യം നേടുന്ന വിജയത്തിന്റെ പങ്കാളിയാകാം. വിലാപവും വിമർശനവും പഴങ്കഥയാണ്. അത് ചെലവാകില്ല. ഇന്ത്യ എന്നല്ല എവിടെയും മുന്നോട്ടുള്ള വലിയ യാത്രയിൽ ലാഭത്തിന്റെ പങ്കുകാരനാകാൻ ഒപ്പമുണ്ടോ എന്നതാകും ഇനിയുള്ള ചോദ്യം.